സീവേജ് ട്രീറ്റ്മെൻറ്റിൽ നമുക്കൊന്ന് ചിന്തിക്കാവുന്നതാണ് ഈ മൈക്രോ ഓർഗാനിസംസ് എത്രമാത്രം വലിയൊരു റോളാണ് ഇതിൽ നിർവഹിക്കുന്നത്. സോ നമ്മൾ തീർച്ചയായിട്ടും ആ മൈക്രോബ്സിനെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. കാരണം എത്രമാത്രം വലിയൊരു റോളാണ് ഈ പറഞ്ഞ മില്യൺസ് അല്ലെങ്കിൽ ഗാലൺസ് ഓഫ് വേസ്റ്റ് വാട്ടർ, ഇത്രമാത്രം ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് വേസ്റ്റ് വാട്ടർ എവറി ഡേ ഓൾ ഓവർ ദ ഗ്ലോബ്, ഈ ലോകത്തെല്ലായിടത്തും ഇത്രമാത്രം വേസ്റ്റ് വാട്ടറുകൾ എല്ലാ ദിവസവും ഉണ്ടാവുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ വേസ്റ്റ് വാട്ടറുകളൊക്കെ ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള ആ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഇത്രയും വലിയൊരു പങ്ക് നമുക്ക് അവരെ അഭിനന്ദിക്കാതെ തരമില്ല. സോ അത്രമാത്രം നമ്മൾ അവരെ മൈക്രോ ഓർഗാനിസത്തിനെ അപ്രീഷിയേറ്റ്, നമ്മൾ അത്രമാത്രം ആ മൈക്രോ ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അത്രമാത്രം ആ മൈക്രോ ഓർഗാനിസം ഹ്യൂമൻ വെൽഫെയറിന് സഹായിക്കുന്നുണ്ട്. സോ ഇത്രയ്ക്ക് മില്യൺസ് ഓഫ് ഗാലൺസ് ഓഫ് വേസ്റ്റ് വാട്ടർ എവറി ഡേ അക്രോസ് ദ ഗ്ലോബ് ഉണ്ടാകുന്നുണ്ട്. അതിനെ മുഴുവൻ ഈ പ്രൈമറി ആൻഡ് സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിലൂടെ മാക്സിമം ലെസ് പൊല്യൂട്ടിംഗ് ആയിട്ട് മാറ്റാനായിട്ട് ഈ മൈക്രോ ഓർഗാനിസത്തിൻ്റെ പങ്ക് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഈ മെത്തഡോളജി, ഈ മൈക്രോ ഓർഗാനിസത്തിൻ്റെയും പ്രൈമറി ആൻഡ് സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് പോലത്തെ അവരുടെ ആ മെത്തഡോളജി ഒരുപാട് കാലം മുമ്പ് തന്നെ ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സോ ഹൗ മൈക്രോബ്സ് പ്ലേ മേജർ റോൾ എന്നുള്ളത് നമുക്ക് ഈ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്രൈമറി ആൻഡ് സെക്കൻഡറിയിലൂടെ നമുക്ക് മനസ്സിലായി. അത് സെക്കൻഡറിയിൽ തന്നെ ആദ്യം എയറോബിക് പിന്നെ എനൈറോബിക്, ഈ രണ്ട് മൈക്രോ ഓർഗാനിസത്തിൻ്റെയും ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ റോള് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. സോ ഹൗ മൈക്രോബ്സ് പ്ലേ മേജർ റോൾ ഇൻ സീവേജ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇറ്റ് ഈസ് പ്രാക്ടീസ്ഡ് മോർ ദാൻ എ സെഞ്ച്വറി നൗ, ഒരു സെഞ്ച്വറിന് മേലെയായിട്ട് ഇത് ഇങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇതുവരെയായിട്ടും ഇത്രയും കാലം ഇന്നേ വരെ ഒരു മനുഷ്യനിർമ്മിതമായ ഒരു ടെക്നോളജിക്കും ഈ പറഞ്ഞ മൈക്രോബിയൽ മീഡിയേറ്റഡ് ആയിട്ടുള്ള സീവേജ് ട്രീറ്റ്മെൻറ്റിന് ഒരു ഒപ്പോണൻ്റായിട്ട് വരാനായിട്ട് സാധിച്ചിട്ടില്ല. സോ ടിൽ നൗ നോ മാൻ മെയ്ഡ് ടെക്നോളജി, ഒരു മനുഷ്യനിർമ്മിതമായ ടെക്നോളജിക്കും ഒരു ഒപ്പോണൻ്റായിട്ട് റൈവൽ ടു മൈക്രോബിയൽ സീവേജ് ട്രീറ്റ്മെൻറ്റ്, മൈക്രോബ് മീഡിയേറ്റഡ് സീവേജ് ട്രീറ്റ്മെൻറ്റിന് പകരമായിട്ട് ഒരു മാൻ മെയ്ഡ് ടെക്നോളജിക്കും ഇതുവരെ വരാൻ പറ്റിയിട്ടില്ല. അത്രമാത്രം ഒരു ഹ്യൂമൻ വെൽഫെയറിന് സഹായിക്കുന്ന ഒരു കൂട്ടം മൈക്രോ ഓർഗാനിസം തന്നെയുണ്ട്. സോ നമുക്കറിയാം ഈ അർബനൈസേഷൻ, ഈ നഗരവൽക്കരണം അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷൻ ഒക്കെ കാരണം, ഇൻക്രീസിങ് അർബനൈസേഷൻ കാരണം ഈ സീവേജ് ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ലാർജർ ക്വാണ്ടിറ്റീസിൽ തന്നെ ഈ മുനിസിപ്പൽ വേസ്റ്റ് വാട്ടർ, അതുപോലെ ഡെയിലി ഹ്യൂമൻ എക്സ്ക്രീറ്റ ഒക്കെ ലാർജ് ക്വാണ്ടിറ്റീസിൽ ഇതുവരെയുള്ളതിനേക്കാളും ഒരുപാട് 10 മടങ്ങ് സീവേജ് ഈ ഇൻക്രീസ്ഡ് അർബനൈസേഷൻ കാരണം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം. സോ എത്രയായാലും ഈ നമ്പർ ഓഫ് സീവേജ് ട്രീറ്റ്മെൻറ്റുകൾ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ അത്രയ്ക്ക് അത് ട്രീറ്റ് ചെയ്യാം, ഈ എത്രമാത്രം സീവേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ അതിനെ ട്രീറ്റ് ചെയ്യാൻ മാത്രമുള്ള സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ അത്രത്തോളം ഇൻക്രീസ്ഡ് ആയിട്ടില്ല. സോ നമുക്ക് ഇപ്പോൾ ഒരുപാട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് സീവേജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ സീവേജിനെ ട്രീറ്റ് ചെയ്യാൻ പാകത്തിനുള്ള സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ ഇൻക്രീസ്ഡ് അല്ല. ഇനഫ് നമ്പർ ഓഫ് സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളൊന്നും അവൈലബിൾ അല്ല. ഇത്രയും ലാർജ് ക്വാണ്ടിറ്റീനെ ട്രീറ്റ് ചെയ്യാനുള്ള സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളുടെ എണ്ണം വളരെ കുറവാണ്. സോ അതിൻ്റെ ഭാഗമായി മിക്കവാറും അൺട്രീറ്റഡ് ആയിട്ടുള്ള സീവേജുകൾ ഒരുപക്ഷെ പലപ്പോഴും ഡിസ്ചാർജ് ചെയ്യുന്നുണ്ടാകാം ഡയറക്റ്റ്ലി ടു ദ റിവറിലേക്ക് ഡയറക്റ്റ്ലി. ഈ പറഞ്ഞ അൺട്രീറ്റഡ് ആയിട്ടുള്ള സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ ലഭ്യത കുറവ്, അതിൻ്റെ നമ്പർ കുറവ് കാരണം, അതിൻ്റെ അവൈലബിലിറ്റി കുറവ് കാരണം ഒരുപാട് അൺട്രീറ്റഡ് സീവേജുകൾ ഒരുപക്ഷെ ഇപ്പോഴും ഡിസ്ചാർജ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഡയറക്റ്റ്ലി നാച്ചുറൽ വാട്ടർ ബോഡീസ്, റിവർ പോലെ വാട്ടർ ബോഡീസിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്നുണ്ടാകാം. അത് ലീഡിങ് ടു പൊല്യൂഷനും അതുപോലെ വാട്ടർ ബോൺ ഡിസീസുകൾ സ്പ്രെഡ് ചെയ്യാനും കാരണമായേക്കും. സോ പൊല്യൂഷനും വാട്ടർ ബോൺ ഡിസീസിനും കാരണം ഒരു പരിധിവരെ ഇങ്ങനെ അൺട്രീറ്റഡ് സീവേജുകൾ നാച്ചുറൽ വാട്ടർ ബോഡീസിലേക്ക് പ്രൈമറി ആൻഡ് സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെ തന്നെ ഡയറക്റ്റ്ലി റിലീസ് ചെയ്യുന്നതാണ്. സോ ഇതിൽ നിന്ന് ഒരു രക്ഷ നേടാനായിട്ട് ടു പ്രിവെൻറ്റ് ഓൾ ദീസ് തിങ്സ് മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റ്, നമ്മുടെ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റ് ഒരു ആക്ഷൻ പ്ലാൻ ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ആക്ഷൻ പ്ലാനുകളാണ് ഗംഗ ആക്ഷൻ പ്ലാൻ ആൻഡ് യമുന ആക്ഷൻ പ്ലാൻ. സോ ഈ ഗംഗ ആക്ഷൻ പ്ലാൻ ആൻഡ് യമുന ആക്ഷൻ പ്ലാൻ ഇനീഷ്യേറ്റ് ചെയ്തത് മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റ് ആണ്. ഈ ഗംഗ ആക്ഷൻ പ്ലാന്റെയും യമുന ആക്ഷൻ പ്ലാന്റെയും ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ടു സേവ് ദ മേജർ റിവേഴ്സ് ഓഫ് അവർ കൺട്രി ഫ്രം പൊല്യൂഷൻ. നമ്മുടെ ഏറ്റവും വലിയ റിവറുകളെ,
ഗംഗ, യമുന പോലത്തെ മേജർ റിവറുകളെ പൊല്യൂഷനിൽ നിന്ന് രക്ഷപ്പെടുത്തുക അല്ലെങ്കിൽ രക്ഷിക്കുക എന്നുള്ളതാണ് ഈ ഗംഗ ആക്ഷൻ പ്ലാന്റ്, യമുന ആക്ഷൻ പ്ലാന്റ് ഉദ്ദേശം. ബിക്കോസ് അൺട്രീറ്റഡ് ആയിട്ടുള്ള സീവേജുകൾ ഇതുപോലത്തെ മേജർ വാട്ടർ ബോഡീസ്, നാച്ചുറൽ വാട്ടർ ബോഡീസിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പൊല്യൂഷനും അതുപോലെ വാട്ടർ ബോൺ ഡിസീസുകളും സ്പ്രെഡ് ചെയ്യാനായിട്ട് കാരണമാണ്. സോ ഈ ആക്ഷൻ പ്ലാനിലൂടെ എൻഷുർ ചെയ്യാണ് ഓൺലി ട്രീറ്റഡ് ആയിട്ടുള്ള സീവേജുകൾ മാത്രമേ ഇതുപോലെ ഗംഗ അല്ലെങ്കിൽ യമുന പോലത്തെ വാട്ടർ ബോഡീസിലേക്ക്, മേജറായിട്ടുള്ള വാട്ടർ ബോഡീസിലേക്ക് റിലീസ് ചെയ്യാൻ പാടുള്ളൂ. സോ ഗംഗ ആക്ഷൻ പ്ലാൻ, യമുന ആക്ഷൻ പ്ലാൻ ഇനീഷ്യേറ്റ് ചെയ്ത് മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റ് ആണ്. അവർ എൻഷുർ ചെയ്യണത് എന്താണ്? ടു സേവ് ദ മേജർ റിവേഴ്സ് ഓഫ് അവർ കൺട്രി ഫ്രം പൊല്യൂഷൻ. പൊല്യൂഷനിൽ നിന്ന് ഈ പറഞ്ഞ റിവറുകളെ സംരക്ഷിക്കുക. അതുമൂലം ട്രീറ്റഡ് ആയിട്ടുള്ള സീവേജുകൾ മാത്രമേ ഈ റിവറിലേക്ക് റിലീസ് ചെയ്യുള്ളൂ എന്ന് എൻഷുർ ചെയ്യുക, ഉറപ്പുവരുത്തുക. ഇതാണ് ഗംഗ ആക്ഷൻ പ്ലാൻ അല്ലെങ്കിൽ യമുന ആക്ഷൻ പ്ലാനിൻ്റെ ഉദ്ദേശം. നമ്മുടെ അടുത്ത് എവിടെയെങ്കിലും ഇതുപോലെ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് സന്ദർശിക്കുന്നതും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയുന്നതും ഇതൊക്കെ നേരിൽ കണ്ട് മനസ്സിലാക്കുന്നതും വളരെ നല്ലതായിരിക്കും.